ബ്ലഷ് ഇടുമ്പോൾ ചിരിച്ചിട്ട് നന്നായിട്ട് നിയമം ഇരിക്കട്ടെ കുറച്ച് നോക്കുമ്പോൾ കൂടെ. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഡെയിലി വെയർ ആയിട്ടും പിന്നെ ഓഫീസിലേക്കും കോളേജിലേക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ആയിട്ടാണ് കേട്ടോ. അത് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് മിനിമൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ആണ്. അപ്പം എല്ലാവരും വീഡിയോ കാണാം, എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും നമുക്ക് തുടർന്നുള്ള വീഡിയോസ് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇതുപോലെയുള്ള മേക്കപ്പും പിന്നെ സ്കിൻ കെയർ ടിപ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിലുള്ള. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പം ഞാൻ മുന്നോട്ടിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ? അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് പ്ലമ്മിന്റെ ടോണറാണ് കേട്ടോ. റോസ് വാട്ടർ ടോണറാണ്. ഇത് ഫേസിൽ അടിച്ചു കൊടുത്തിട്ട് ഞാൻ മുൻപ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതായത് CTM മെത്തേഡിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണാത്തവരൊന്ന് പോയി കാണാം കേട്ടോ. അതിൽ എന്തിനാണ് ടോണർ യൂസ് ചെയ്യണേ, ഏത് ടോണറാണ് യൂസ് ചെയ്യുക, ഏത് സ്കിന്നിന് അങ്ങനെ അറിയാത്തവരൊക്കെ നമ്മുടെ വീഡിയോ കാണാം കേട്ടോ. അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ടോണർ നമ്മൾ തുടച്ചു കളയേണ്ട ആവശ്യം അങ്ങനെ ഒന്നുമില്ല, അത് സ്കിന്നിൽ നേരെ അബ്സോർബ് ആയി പോയിക്കോളും കേട്ടോ. മോയ്സ്ചറൈസർ ആണ് ഇത്. ഫോർവേഡ് 52ന്റെ ഡെയിലി ലൈഫ് പ്രൊഫഷണൽ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പം ഈ IT കമ്പനി അങ്ങനെ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യണവർക്ക് ഡെയിലി ആയിട്ട് മേക്കപ്പ് ചെയ്ത് പോകേണ്ടി വരും. അങ്ങനെയുള്ളവരൊക്കെ ആകുമ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കും. അത് മാത്രമല്ല ബ്രൈറ്റൻ ചെയ്യാനും സ്മൂത്ത് ആക്കാനും നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. ഇതാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് മേക്കപ്പിന് കേട്ടോ. ഒരു 2 പമ്പ് എടുത്തിട്ട് ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്റെ. കണ്ടോ, ഇപ്പൊ തന്നെ നോക്കി നല്ലൊരു ഗ്ലോ വന്നില്ലേ ഫേസിൽ, കണ്ടില്ലേ? അപ്പം നമ്മൾ നന്നായിട്ട് ഒരു 2 മിനിറ്റ് എപ്പോഴും അതെ ഫേസിൽ നമ്മൾ എന്ത് ഇടുകയാണെങ്കിലും, അതിപ്പോ മേക്കപ്പ് ചെയ്യുന്നതിനെക്കാട്ടും മുമ്പാണെങ്കിലും സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിലും എന്തിടാണെങ്കിലും ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ, അത് സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. എവറിഡേ മേക്കപ്പ് ഒക്കെ ആകുമ്പോൾ കൂടുതൽ ലെയേഴ്സ് ഒന്നും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കൺസീലർ ആണ് ഇത്. വന്നിട്ട് മെബലൈന്റെ കൺസീലർ ആണ്. എന്ന് വെച്ചാൽ നമ്മള് എന്താ പറയാ, കൂടുതൽ ലെയർ ആയിട്ട് ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ഡാർക്ക് ഷെയ്ഡ് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആക്കി വിടുക കേട്ടോ. നമുക്കിപ്പം കൂടുതൽ എന്റെ ലിപ്പിന്റെ അവിടെയും പിന്നെ കണ്ടോ ഇവിടെ കുറച്ച് അണ്ടർ ഐയില് പിന്നെ കുറച്ച് പൊടിയാക്കാം, അത്രയും ഞാൻ ആക്കണുള്ളൂ കേട്ടോ. ഇത് നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ടോ സ്പഞ്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ എങ്ങനെ വേണം ചെയ്യാം കേട്ടോ. എവറിഡേ ആകുമ്പോൾ എല്ലാവരും ബ്രഷും എന്താണ് സ്പഞ്ചും തപ്പിപ്പൂലാന്ന് വിചാരിക്കണു. ഞാനപ്പം കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ബാക്കിയുള്ളത് കണ്ണിന്റെ മുകളിലും കൂടി ജസ്റ്റ് ഒന്നാക്കി കൊടുക്കണ്ടേ. ഓക്കെ, വെറുതെ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഈ കൺസീൽ ചെയ്തതിനെ സെറ്റ് ചെയ്യാൻ പോവാണ്. 2 എണ്ണം ഉണ്ട് കണ്ടോ. ഇത് ബനാന പൗഡർ ആണ്, ഇത് കോമ്പാക്ട് പൗഡർ ആണ്. ബനാന പൗഡറും കോമ്പാക്ട് പൗഡറും രണ്ടും 2ആണ് കേട്ടോ. ഞാനിവിടെ കോമ്പാക്ട് പൗഡർ ആണ് യൂസ് ചെയ്യണത്. മെബലൈന്റെ കോമ്പാക്ട് പൗഡർ ആണ് കേട്ടോ. ഇതിന്റെ ഒപ്പം തന്നെ സ്പഞ്ച് ഉണ്ട്. യൂസ് ചെയ്ത് സ്പഞ്ച് പോലെ കഴുകാറായിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് ആ കൺസീലർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് മാത്രമല്ല നമ്മുടെ ഫേസിൽ എന്തെങ്കിലും എക്സ്ട്രാ ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ റിമൂവ് ആയി പോകും കേട്ടോ. കണ്ടില്ലേ, ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ്, ഒന്നും അധികമില്ല, ഒന്നും കൂടുതലായിട്ട് നമ്മൾ ഇട്ടിട്ടില്ല. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും ജസ്റ്റ് നമ്മുടെ ഫേസിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ എഴുതി കൊടുത്താൽ തന്നെ നമുക്കൊരു ലുക്ക് കിട്ടും. ഞാൻ ലുക്ക് ആവുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഡിഫൈൻ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് മാർസിന്റെ പാലറ്റ് ആണ് കേട്ടോ. ഇതിൽ ബ്രൗണും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. നമ്മുടെ സ്കിൻ ടോണിന് എപ്പോഴും ബ്രൗൺ ആയിരിക്കും നല്ലത്. ഈ ബ്ലാക്ക് ഒക്കെ ഇടുമ്പോൾ എന്താന്ന് വെച്ചാലേ നമ്മൾ ഭയങ്കര എന്താണ് ഈ ദിഗംബരന്റെ പോലെ ഇരിക്കും. അപ്പോൾ കൂടുതലും ബ്ലാക്ക് ആരും ഇടാറില്ല എന്നാണ് എനിക്കറിയാം. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ബ്ലാക്കിൽ തൊട്ടിട്ട് പിന്നെ ബ്രൗണിൽ തൊടും. ബ്രൗണിൽ തൊട്ടിട്ട് ജസ്റ്റ് ഈ ഭാഗം ഉണ്ടല്ലോ, ആ നമ്മുടെ പുരികത്തിന്റെ മിഡ് ഭാഗത്ത് വന്നിട്ട് ആ ആർക്കിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാണ് കേട്ടോ. കൈന്റെ ബാക്കിലൊന്നും ആക്കിയിട്ട് കേട്ടോ ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ബാക്കിൽ തന്നെ സ്പൂളി ഉണ്ട് കേട്ടോ. ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ പിരികും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു ഡിഫൈൻ ആയില്ലേ. നന്നായി പിരികും വരച്ച് കട്ടിക്ക് എഴുതുന്നവരുണ്ട്. നമ്മൾ ഇഷ്ടമുള്ള പോലെ എഴുതിയാൽ മതി. എനിക്ക് ഇങ്ങനെ എഴുതാനാണ് കേട്ടോ ഇഷ്ടം. അത് കാരണം ഞാൻ ഇത്രയും കൊടുക്കുന്നുള്ളൂ. പിരിക് എഴുതുമ്പോൾ തന്നെ ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഒരു ഭംഗി കുറവുണ്ടായിരിക്കും. പിരിക് എഴുതുമ്പോൾ തന്നെ നമ്മുടെ പകുതി നമ്മൾ സെറ്റായി മാതിരിയാണ് കേട്ടോ.
ഞാനിങ്ങനെ ചെയ്യണതാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മള് ഈ 3 സ്ഥലത്തേക്ക് നമുക്ക് 3 പ്രൊഡക്റ്റ് വേണം. അതായത് ബ്ലഷ്, പിന്നെ ഐ ഷേഡോ, ലിപ്സ്റ്റിക്. ഇത് 3 ഞാൻ സെയിം പാലറ്റിൽ നിന്നാണ് ഇടാൻ പോണത് കേട്ടോ. ഇത് മാർസിന്റെ ഒരു ലിപ് പാലറ്റ് ആണ്. ഒരു കുറച്ചധികം കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതില്. നമ്മളൊരു ക്യുക്ക് മേക്കപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ 3 ഒരു പാലറ്റിൽ തന്നെ ചെയ്യണത് കേട്ടോ. ഞാൻ ബ്ലഷ് ഇടാണ്. ബ്ലഷ് ഇടുമ്പോ ചിരിച്ചിട്ട് നന്നാട്ട നിയമം. അയ്യോ, ഓക്കെ. കണ്ടില്ലേ ഈ ഫേസും തമ്മിൽ വന്ന മാറ്റം കണ്ടില്ലേ? ഇരിക്കട്ടെ കുറച്ച് മൂക്കുമ്പോ കൂടി. ബ്ലഷ് ഇട്ടാലും മതിയാവത്തൊരു ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഇത്ര മതി. ബ്ലഷും ഐഷാഡോ ഡസ്റ്റ് ചെയ്തിക്ക് ഈ പാലറ്റിൽ തന്നെ നമുക്കൊരു എന്താണ് ലിപ് ഷെയ്ഡും കൂടി ഇടാം കേട്ടോ. ഞാൻ ഇത് തന്നെ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആ പാലറ്റിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പിങ്കിഷ്, ഒരു ന്യൂഡ് ഷെയ്ഡാണ്, ന്യൂഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പിങ്കിഷ് ഷെയ്ഡാണ് കൊടുത്തത്. നെക്സ്റ്റ് നമുക്ക് കണ്ണ് എഴുതി കൊടുക്കാം. ഇങ്ങനെ പോവാം, ഇതും കുഴപ്പമൊന്നുമില്ല, നല്ല ലുക്ക് തന്നെയാണ്. എന്നാലും കണ്ണൊന്ന് ഉഷാറായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ക്യാ ബ്യൂട്ടിന്റെ കാജലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. ഞാൻ ജസ്റ്റ് മുകളിൽ മാത്രം ഒന്ന് കണ്ടോ വെറുതെ ഒന്ന് ആക്കിയിട്ട്, ഒന്നില്ലെങ്കിൽ കൈ കൊണ്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബഡ്സ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൈ കൊണ്ട് തന്നെയാണ്. ഞാനിപ്പോ ഇവിടെ കൈ വെച്ചൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കും കേട്ടോ. എനിക്ക് ടെയിലിടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കണ്ടോ അങ്ങോട്ടും വെറുതെ ഒരു ഇച്ചിരി ഒന്ന് വലിച്ചു വിട്ടിട്ടുണ്ട്. സെയിം പാറ്റേൺ തന്നെ ഇപ്പുറത്തും ചെയ്യാണ്. ഇത് ക്യാ ബ്യൂട്ടിന്റെ കാച്ചൽ ജന്മണ്ടെങ്കിൽ പരക്കാത്താണ് കേട്ടോ. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കോമ്പാക്ട് പൗഡർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. സെറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് തുടച്ചു വിട്ടു. ജന്മണ്ടെങ്കിൽ സാധനം അവിടെ നനയില്ല കേട്ടോ. ഓക്കെ അല്ലേ? ഞാനിപ്പോ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ലിപ് ഷെയ്ഡ് ഒന്ന് മാറ്റി കൊടുത്തിട്ട് എന്തൊക്കെ അത് ആ കളറിങ് ചേരാത്ത മാതിരി തോന്നുന്നു. ഫൈനലി നമുക്ക് ഒരു സെറ്റിംഗ് സ്പ്രേ കൂടി അടിച്ചു കൊടുക്കാം. എന്താ വെച്ചാൽ ഇപ്പം കോളേജിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കണതല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും ഒരു സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം. ഇത് ഇൻസൈറ്റിന്റെ മേക്കപ്പ് ഫിക്സർ ആണ് കേട്ടോ. അഫോർഡബിൾ ആണ്. ഇപ്പൊ നമ്മൾ കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആണ്. എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആണ് കേട്ടോ. സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാൻ. സെറ്റിംഗ് സ്പ്രേ അടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് അകത്തി പിടിച്ചിട്ട് അടിക്കാം. ഓക്കെ, അതോടെ അങ്ങനെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ല സ്മെല് ഇതിന്റെ. നേരത്തെ ഒരു മോയ്സ്ചറൈസർ കാണിച്ചില്ലേ ഫോർഎവർ 52ന്റെ, അത് അതെ നല്ല സ്മെല്ല്. ഇതാണ് നമ്മുടെ എവറിഡേ കോളേജ് ഓർ ഓഫീസ് മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പോ പൊട്ട് തൊടുന്നവർക്ക് പൊട്ട് തൊടാം. ഞാൻ ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് ആയി കാരണമാണ് ഞാൻ പൊട്ട് തൊടാത്തത് കേട്ടോ. ഇവിടെ ഹെയർ ജസ്റ്റ് ഒന്ന് സ്ലീക്ക് ആക്കിയിട്ട് ക്ലിപ്പ് ചെയ്തിരിക്കാറുണ്ടോ? അടിയിൽ ക്ലിപ്പ് ചെയ്തിരിക്കുകയാണ്. ഹെയർ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ കെട്ടാം. എനിക്ക് ഷോർട്ട് ഹെയർ ആക്കി പിന്നെ ഹെയർ കെട്ടാനുള്ള വലിയ പിടുത്തൊന്നുമില്ല. ഇങ്ങനെ ഇടാണ് ഞാൻ സാധാരണ അഴിച്ചിട ചെയ്യാറ്. എനിക്കതാണ് കുറച്ചുകൂടി വൃത്തിയായിട്ട് തോന്നിയുള്ളത്. അല്ലെങ്കിൽ ഫുള്ള് ഞാൻ പുട്ടപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ബാക്കിൽ ജസ്റ്റ് വെറുതെ കെട്ടി വെക്കും. കണ്ടില്ലേ? ഓക്കെ, അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വന്നിട്ട് എല്ലാവർക്കും ഞാൻ ചെയ്ത ഈ ഒരു സിമ്പിൾ ഡെയിലി വെയർ മേക്കപ്പ് ഇഷ്ടമായി എന്ന് വിചാരിക്കും. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് മാത്രമല്ല ഇനി ഇങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ അത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.